ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഇസ്ലാമിലെ 5 പില്ലേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം: ഫാസ്റ്റിംഗ്, സക്കാത്ത്, പ്രയേഴ്സ്, ഷഹാദ ആൻഡ് ഹജ്ജ്. അപ്പോൾ ആദ്യം തന്നെ ഇസ്ലാമിലെ 5 തൂണുകൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മളെല്ലാ മുസ്ലിങ്ങളും അവരുടെ ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ട 5 ആചാരങ്ങളുണ്ട്. നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട 5 ആചാരങ്ങളുണ്ട്. ആ 5 ആചാരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇസ്ലാമിന്റെ 5 തൂണുകൾ എന്ന് പറയുന്നത്. അതാണ് ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് നോക്കാം. ഇതാണ് ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഇപ്പോൾ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് പില്ലർ എന്താണ്? ഷഹാദ, ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം അല്ലെ. സെക്കൻഡ് വൺ എന്താണ്? പ്രയർ അല്ലെങ്കിൽ നിസ്കാരം, നമസ്കാരം അറിയാം അല്ലെ. പിന്നെ സക്കാത്ത് ആണ് തേർഡ് പില്ലർ. ഫോർത്ത് പില്ലർ എന്താണ്? ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നോമ്പ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അഞ്ചാമത്തെ പില്ലർ, ദ ലാസ്റ്റ് പില്ലർ എന്താണ്? ഹജ്ജ്. നമ്മൾ ഹജ്ജ് ചെയ്യുന്നതാണ് ലാസ്റ്റ് പില്ലർ. അപ്പൊ ഇതാണ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിന്റെ 5 പില്ലേഴ്സ്: ഷഹാദ, സലാത്ത്, സക്ക, ഫാസ്റ്റിംഗ് ആൻഡ് ഹജ്ജ്. അപ്പൊ ഈ 5 പില്ലേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചെടുക്കാം അല്ലെ. ഫസ്റ്റ് പില്ലർ ഷഹാദ അല്ലെങ്കിൽ ഫെയ്ത്ത് എന്താണെന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് പില്ലർ ഷഹാദ, ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്തായിരിക്കും? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക അല്ലെ. അള്ളാഹു അല്ലാതെ നമുക്ക് വേറെ ആരാധനയില്ല അല്ലെ. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നും നമ്മൾ സാക്ഷ്യം വഹിക്കുക. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അള്ളാഹു അല്ലാതെ വേറെ ആരാധനയില്ല അല്ലെ. നമ്മുടെ ഒരേ ഒരു ആരാധന ആരാണ്? അള്ളാഹു അല്ലെ. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അതാണ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഷഹാദ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് നമ്മൾ വിശ്വസിക്കുക, അതാണ് നമ്മുടെ ആദ്യത്തെ പില്ലർ. ഇതുപോലെ രണ്ടാമത്തെ പില്ലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം ആണ് അല്ലെങ്കിൽ നിസ്കാരം. അപ്പൊ നിസ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ മുസ്ലിങ്ങൾ ദിവസേന 5 നേരം അനുഷ്ഠിക്കേണ്ട നിർബന്ധ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അള്ളാഹു അല്ലാതെ വേറെ ആരാധനയില്ല, നമ്മൾ അള്ളാഹുയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അള്ളാഹുവിന് നമ്മൾ 5 നേരം നമ്മൾ നന്ദി പറയണം. അപ്പൊ മുസ്ലിങ്ങൾ ദിവസേന 5 നേരം നമ്മൾ എന്താണ്? അള്ളാഹുവിനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. ആ നന്ദി പ്രകടിപ്പിക്കുന്ന ഈ ഒരു പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 7 വയസ്സ് മുതൽ നമ്മൾ നിസ്കരിച്ച് തുടങ്ങണം. ഇനി അടുത്ത പില്ലർ എന്താണ്? തേർഡ് വൺ എന്താണ്? സക്കാത്ത്. സക്കാത്താണ് മൂന്നാമത്തെ പില്ലർ അല്ലെ. സക്കാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാനാണ്. അതായത് നമ്മൾ പാവപ്പെട്ടവർക്ക് നമ്മൾ നമ്മുടെ വീതത്തിൽ നമ്മൾ സൗജന്യമായി നൽകുന്ന ഒരു സമ്പത്ത്, ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ, നമ്മൾ പാവപ്പെട്ടവർക്ക് നമ്മൾ സൗജന്യമായി നൽകുന്ന സമ്പത്ത്, ആ ഒരു ദാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു ആചാരമാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ തൂൺ. ഇനി നാലാമത്തെ തൂൺ എന്താ നോക്കാം. നാലാമത്തെ തൂണാണ് നോമ്പ്. നോമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ എങ്കിലും ഞാനൊന്ന് പറയാം. നോമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സുബ്ഹി ബാങ്ക് മുതൽ മഗ്‌രിബ് ബാങ്ക് വരെയുള്ള സമയം നമ്മൾ ആഹാരപാനീയങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിക്കുന്നതാണ് നോമ്പ് അല്ലേ. അപ്പൊ നോമ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സുബ്ഹി ബാങ്ക് തൊട്ട് മഗ്‌രിബ് വരെ നമ്മൾ ആഹാരപാനീയങ്ങൾ എല്ലാം നമ്മൾ ഉപേക്ഷിക്കും അല്ലെ. അങ്ങനത്തെ ഒരു ആചാരം, ആ ഒരു ആചാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? നോമ്പ് അല്ലെ. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നത് തൊട്ട് നോമ്പ് നിർബന്ധമാണ്. ഇനി അഞ്ചാമത്തെ തൂണ് അല്ലെങ്കിൽ ലാസ്റ്റ് അവസാനത്തെ തൂണ് ഏതാണ്? ഹജ്ജ്. ഹജ്ജ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ മക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹജ്ജ് എന്ന് പറയുന്നത് അല്ലെ. കഴിവ് അതുപോലെ തന്നെ സമ്പത്തുമുള്ള ഓരോ മുസ്ലിമും ജീവിതത്തിൽ
ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്തിരിക്കൽ എന്താണ് നിർബന്ധമാണ്. അപ്പൊ ഹജ്ജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പുണ്യസ്ഥലമായ നമ്മളെ മക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനം. നമ്മൾ ദുൽഹജ്ജ് മാസത്തിലാണ് ഹജ്ജ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ദുൽഹജ്ജ് മാസത്തിൽ മക്കയിലേക്ക്, അതായത് നമ്മളെ പുണ്യസ്ഥലമായ മക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനം, പിന്നെ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹജ്ജ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെ കഴിവും സമ്പത്തുമുള്ള ഓരോ മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഹജ്ജ് ചെയ്തിരിക്കണം അല്ലെ? അപ്പൊ ഇസ്ലാമിന്റെ 5 തൂണുകളും അതുപോലെ തന്നെ ഈ 5 തൂണുകളും എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.